Hi all. We have already discussed trade agreements, some of the trade agreements, that is unilateral trade agreement, bilateral trade agreement, plurilateral trade agreement, and one more is that multilateral trade agreement. അതിൽ നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണം പറഞ്ഞു. വാട്ട് ഈസ് പ്യൂരിലാറ്ററൽ അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ അതും നമ്മൾ ജസ്റ്റ് പേര് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ടു ടൈപ്സ്, മെയിൻലി രണ്ടായിട്ടായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എഗ്രിമെൻറ്റ്, ദാറ്റ് മീൻസ് എഗ്രിമെൻറ്റ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്, ആൻഡ് സെക്കൻഡ് വൺ agreement on trade in civil aircraft, and three more agreements is there: trade in information technology, international dairy agreement, international bovine meat agreement, ഒന്നും കൂടി ഉണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒരു എഗ്രിമെൻ്റ് കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പം പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എഗ്രിമെൻറ്റ്സ് ആണ് എഗ്രിമെൻറ്റ്സ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റും എഗ്രിമെൻറ്റ്സ് ഓൺ ട്രേഡ് ഇൻ സിവിൽ എയർക്രാഫ്റ്റും. ഇത് രണ്ടുമായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അത് ഈ എഗ്രിമെൻറ്റ്സിലെ എമംഗ് ടോക്കിയോ റൗണ്ട് കോഡ്സ് ഓഫ് WTO എന്ന് പറയുന്ന രണ്ട് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എഗ്രിമെൻറ്റും ആൻഡ് സിവിൽ എയർക്രാഫ്റ്റ് എഗ്രിമെൻറ്റുമാണ്. ഇത് രണ്ടും ആയിരുന്നു പ്യൂരിലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദേ ആർ കാറ്റഗറൈസ്ഡ് ആസ് അനക്സ് 4 എഗ്രിമെൻറ്റ്സ് എന്നാണ് ഈ പറയുന്ന രണ്ട് എഗ്രിമെൻറ്റ്സിനും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അനക്സ് 4 എഗ്രിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇൻ വിച്ച് പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ് ആർ ലിമിറ്റഡ് ഇൻ നമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് അവരിൽ മാത്രമാണ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനത്തെ രണ്ട് പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ് എഗ്രിമെൻറ്റ്സ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റും എഗ്രിമെൻറ്റ്സ് ഓൺ ട്രേഡ് ഇൻ സിവിൽ എയർക്രാഫ്റ്റും. നമുക്ക് നോക്കാം ഓരോന്ന് എന്താണെന്നുള്ളത്. First one, agreement on government procurement. Actually this is a plurilateral agreement and under the WTO ഇതിൽ വരുന്നതാണത്. പ്യൂരിലാറ്ററൽ അഗ്രിമെൻറ്റ്സ് എല്ലാം WTO അഗ്രിമെൻറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ WTOയുടെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 1981 അത് ആദ്യം തന്നെ എഗ്രിമെൻറ്റ് എൻറ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഉറുഗ്വേ റൗണ്ടുമായിട്ട്, എന്താ ആക്ച്വലി ഉറുഗ്വേ റൗണ്ട്, ടോക്കിയോ റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി ഇൻ്റർനാഷണൽ ലെവലിൽ നടന്നിട്ടുള്ള കോൺഫറൻസുകളാണ്. ഓക്കെ, അതിൽ ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസ് ഉണ്ടായിരുന്നു 1994. അതിൽ റീനെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കറൻറ്റ് ഫോം, ഈ എഗ്രിമെൻറ്റിൻ്റെ കറൻറ്റ് ഫോം നിലവിൽ വന്നിട്ടുള്ളത് 1 ജാനുവരി 1996. ഓക്കെ, കറൻറ്റ് ഫോം എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജാനുവരി 1996. അതെങ്ങനെയാണ്? ആഫ്റ്റർ റീനെഗോഷിയേറ്റഡ് ഇൻ പാരലൽ വിത്ത് ഉറുഗ്വേ റൗണ്ട്. 1994 ഉറുഗ്വേ റൗണ്ടിലായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം 96 എന്താക്കി? പുതിയത് നിലവിൽ വന്നു. ഓക്കെ, എന്താണ് ആക്ച്വലി എഗ്രിമെൻ്റ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്? ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന കൺട്രീസ് ആക്ച്വലി ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ആരാണ്? ഗവൺമെൻറ് അതോറിറ്റീസാണ്. പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസി വഴിയാണ് ഈ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. ഫോർ വാട്ട് ദിസ് എഗ്രിമെൻറ്റ് ഈസ് എൻറ്റേർഡ്? ഫോർ ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. സപ്പോസ് നമ്മുടെ രാജ്യത്തില്ലാത്തൊരു സാധനം മറ്റൊരു രാജ്യത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഗവൺമെൻറ്റായിട്ട് തന്നെ ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. ഗവൺമെൻറ് ഏജൻസി വഴി ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റ്സ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്. വാട്ട് ഈസ് ദ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ. 3 പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പൺനെസ്, ട്രാൻസ്പാരൻസി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എഗ്രിമെൻറ്റ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്താണെന്ന് ആക്ച്വലി മനസ്സിലായല്ലോ. ഗുഡ്സ് ആൻഡ് സർവീസസ് ഗവൺമെൻറ് ഏജൻസി വഴി പ്രൊക്യൂർ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്, പ്യൂരിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റ് ഓൺ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. WTOയിലെ മെമ്പേഴ്സ് തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതെന്നാണ് നിലവിൽ വന്നത്? അതിനുശേഷം ഉറുഗ്വേ റൗണ്ടായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്തിട്ട് കറൻറ്റ് ഫോം എന്ന് വന്നു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആൻഡ് സെക്കൻഡ് വൺ, എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സിവിൽ എയർക്രാഫ്റ്റ്. ഞാൻ പറഞ്ഞു ഈ രണ്ടെണ്ണമാണ് എന്തിൽ വരുന്നത്? ഈ രണ്ട്
എഗ്രിമെൻസിനെ നമ്മൾ കാറ്റഗറൈസ്ഡ് ആസ് അനക്സ് 4 എഗ്രിമെൻറ്റ്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് ടോക്കിയോ റൗണ്ട് കോഡ്സിൻ്റെ WTOയിലുള്ള ടോക്കിയോ റൗണ്ട് കോൺസിലിൽ വരുന്ന 2 എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം ഈ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എഗ്രിമെൻറ്റും സിവിൽ എയർക്രാഫ്റ്റ് എഗ്രിമെൻറ്റുമാണ്. അതുകൊണ്ടാണ് ഇതിന് അനക്സ് 4 എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിലെ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ആ ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമേ ഈ ഒബ്ലിഗേഷൻസ് എഗ്രിമെൻറ്റിലെ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എഗ്രിമെൻറ്റ്, ദാറ്റ് ഈസ് പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സിവിൽ എയർക്രാഫ്റ്റ്. Actually, this agreement is entered on 1st January 1980. And how many countries are there? ഈ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുള്ള കൺട്രീസ് എന്ന് പറയുന്നത് നൗ 32 സിഗ്നേറ്ററീസ് ആണുള്ളത്. ഓക്കെ, മോസ്റ്റ് WTO എഗ്രിമെൻറ്റ്സ് ആർ മൾട്ടിലാറ്ററൽ ആണ്, സിൻസ് ദേ ആർ സൈൻഡ് ബൈ ഓൾ WTO മെമ്പേഴ്സ് ആണ്. പക്ഷേ സിവിൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന ട്രേഡ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എഗ്രിമെൻറ്റ് എന്നൊക്കെ പറയുന്നത് പ്യൂരിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. സാധാരണഗതിയിൽ WTO എഗ്രിമെൻറ്റ്സ് എല്ലാം മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ്. കാരണം മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സിൽ ഒരുപാട് കൺട്രീസ് സൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സിൽ നമ്പർ ഓഫ് കൺട്രീസ് ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്യൂരിലാറ്ററൽ ആയിട്ടുള്ള WTOയിലെ എഗ്രിമെൻറ്റ് തന്നെയാണ് WTOയിലെ സ്മോളർ നമ്പർ ഓഫ് WTO മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള 2 പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിവിൽ എയർക്രാഫ്റ്റ്. Actually, what is main? It eliminates import duties on all aircraft പ്രൊഡക്ട്സുകളായിട്ട് സിവിൽ എയർക്രാഫ്റ്റ്, അതേപോലെ പിന്നെ അതിൻ്റെ പാർട്സ് കമ്പോണൻസ് ഒക്കെ ഇല്ലേ, അസംബ്ലീസൊക്കെ സിവിൽ എയർക്രാഫ്റ്റ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സിവിൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്ത് പെടില്ല? മിലിറ്ററി എയർക്രാഫ്റ്റ് പെടില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ എയർക്രാഫ്റ്റിലും ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ആക്ച്വലി ദിസ് എഗ്രിമെൻറ്റ് ഇറ്റ്സ് എ പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്. WTO മെമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ സ്മോളർ നമ്പർ ഓഫ് WTO മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. WTOയിലെ എല്ലാ രാജ്യങ്ങളും ഇല്ല. അറ്റ് പ്രസൻറ്റ് 32 സിഗ്നേറ്ററീസ് ആണ് ഈ എഗ്രിമെൻറ്റിലുള്ളത്. Okay, so next agreement, trade in information technology. അതിൻ്റെ വേർഡിൽ തന്നെയുണ്ട്. ആക്ച്വലി ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2000-ലാണ്. പക്ഷെ 1997 എന്ന് വെച്ചാൽ WTO വന്നു എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം 3 ഇമ്പോർട്ടൻറ്റ് പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള 2 എഗ്രിമെൻറ്റ്സ് ഉണ്ടായതിന് ശേഷം വന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റാണ് ITA എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള 3 എഗ്രിമെൻറ്റ്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എഗ്രിമെൻറ്റ് ഈസ് ITA. അണ്ടർ ITA എഗ്രിമെൻറ്റ് 29 കൺട്രീസ് ആർ സൈൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്? എന്താണ് അവർ എഗ്രി ചെയ്തിട്ടുള്ളത്? ടു റിമൂവ് ടാരിഫ് ഓൺ ഇൻഫോർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സ്. ഇൻഫോർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സിൻ്റെ അത് ഇമ്പോർട്ട് ചെയ്യുമ്പം വരുന്ന ടാരിഫുകൾ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ITA എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സൈൻഡ് ബൈ 29 കൺട്രീസ് ആണ്. കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2000. അതിൽ കവർ ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ, കമ്പ്യൂട്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ അപ്പാരറ്റസ്, പിന്നെ മാനുഫാക്ചറിങ്, ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ പ്രോഡക്ട്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇത്രയും പ്രോഡക്ട്സുകൾ ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല? ടാരിഫ് ഉണ്ടാവില്ല. ഇതിൽ ഡിഫറെൻറ്റ് കൺട്രീസ് വന്ന് ഇതിൽ സൈൻ ചെയ്തിട്ടുള്ള 29 കൺട്രീസുകളിൽ ഈ പറയുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സുകൾ ലൈക്ക് സെമി കണ്ടക്ടർ, കമ്പ്യൂട്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ അപ്പാരറ്റസ് പോലത്തുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടാരിഫ് ഉണ്ടാവില്ല. ആക്ച്വലി ദിസ് ഇസ് ദ എഗ്രിമെൻറ്റ്. സോ ഓൾസോ എ പ്യൂരിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. കാരണം പറയുന്നത് ഇവിടെ ആകെ എത്ര കൺട്രീസേ ഉള്ളൂ? 29 കൺട്രീസേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം, ഇൻ്റർനാഷണൽ ഡയറി എഗ്രിമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബോവിൻ മീറ്റ് എഗ്രിമെൻറ്റ്. എന്താ ഡയറി പ്രോഡക്ട്സുകളില്ലേ? ഡയറി പ്രോഡക്ട്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന അതിൽ ലിബറലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് ബോവൈൻ മീറ്റ് എന്നാണ് പറയുന്നത്. ബൊവൈൻ മീറ്റ് എന്ന് പറയുന്നത് ഈ കന്നുകാലി
എൻ്റെ ഇറച്ചിയില്ലേ, ആക്ച്വലി അത് എക്സ്ചേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് കൺട്രികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ലിബറലൈസേഷൻ കൊണ്ടുവരിക. അപ്പോൾ മെയിനായിട്ട് പറയുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ദ എക്സ്പാൻഷൻ ആൻഡ് ലിബറലൈസേഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ മീറ്റ് ആൻഡ് ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ ലിബറലൈസേഷൻ ആക്കുക, അതിൻ്റെ എക്സ്പാൻഷൻ. പിന്നെ എൻകറേജ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ ഇൻ ട്രേഡ് ഓഫ് ബൊവൈൻ മീറ്റ് ആൻഡ് ലൈവ് ആനിമൽസ്. ആക്ച്വലി ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു എഗ്രിമെൻ്റാണ്. ഡയറി പ്രോഡക്ട്സുകളും അതേപോലെ ബൊവൈൻ മീറ്റും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റാണ്. ദിസ് ഇസ് എ പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇനി വൺ മോർ എഗ്രിമെൻറ്റ് ഈസ് ദർ, ദാറ്റ് ഈസ് ആൻറ്റി കൗണ്ടർഫീറ്റിംഗ് ട്രേഡ് എഗ്രിമെൻറ്റ്. ആക്ച്വലി ദിസ് ഇസ് ഓൾസോ എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്, ബട്ട് ഫോർ വാട്ട് in that is the ACTA. The objective of ACTA is to put in the place of international standard for enforcing intellectual property rights. More efficient ആയിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ അതിന് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ എൻഫോഴ്സ്മെൻറ്റ്, പ്രൊവൈഡിങ് മോർ എഫക്റ്റീവ് ലീഗൽ ഫ്രെയിം വർക്ക്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, അതേപോലെ അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്, അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് മോർ എഫക്റ്റീവ് ആക്കുക. ഇത്രയും കാര്യത്തോടു കൂടിയാണ് ഈ ഒരു എഗ്രിമെൻറ്റ് നിലവിൽ വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പം ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് പ്യൂരിലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് നോക്കാം. അത് മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെൻ്റ് തന്നെയാണ്, ബിറ്റ്വീൻ കൺട്രീസാണ്. മോർ ദാൻ 2 കൺട്രിയാണ്, ബട്ട് നോട്ട് എ ഗ്രേറ്റ് മെനി. മൾട്ടിലാറ്ററൽ അല്ല, എന്നാൽ ബൈലാറ്ററും അല്ല. അത് എഗ്രിമെൻ്റാണ് പ്യൂരിലാറ്ററൽ. പ്യൂരിലാറ്ററൽ എഗ്രിമെൻറ്റ്സിൽ വരുന്ന മെയിനായിട്ട് വരുന്നത് 5 എണ്ണം നമ്മൾ പറഞ്ഞു. അല്ല, ആദ്യത്തെ 2 എണ്ണം എന്ന് പറയുന്നത് അനക്സ് 4 എഗ്രിമെൻറ്റ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്തതാണ്. എന്താ ആക്ച്വലി ഈ എഗ്രിമെൻറ്റ്സിലൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ് ഉണ്ടാവുക. ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ബൊവൈൻ മീറ്റ് എഗ്രിമെൻ്റ് എന്നുള്ള വേർഡ് കമൻറ്റ് ചെയ്യുക ആഫ്റ്റർ വാച്ചിങ് ദി വീഡിയോ. കൂടെ നിങ്ങളുടെ പേരും റോൾ നമ്പറും. ഓക്കെ.